രാജമാം ഗോപുരങ്ങളിൽ കോണി കേറുമ്പോ എന്താ ദാസപ്പ നീ ഇങ്ങനെ ഞാൻ തുടങ്ങട്ടെ. പുറത്തിറങ്ങി നമ്മൾ ഊബർ ഓടിച്ചപ്പോഴും ഇവരുള്ളതുകൊണ്ടാണ് നമുക്ക് ഹെൽപ്പായത്. ഇതിനെ കുറിച്ച് കാണാൻ അറിയാൻ പാടില്ല, വേറുള്ളതുകൊണ്ട് അതിൽ ഊബറിൽ പോകണം. നമ്മൾ അക്ഷര ടെമ്പിളിലേക്ക് പോകാൻ അക്ഷര ടെമ്പിൾ ഇതാണ് അക്ഷര ടെമ്പിൾ. അടുത്ത് നമ്മൾ കാണാൻ പോണത് സ്വാമിനാരായണന്റെ 2005 സമർപ്പണം കഴിഞ്ഞ അക്ഷർധാം മന്ദിറാണ്. ഏകദേശം 5 വർഷം കൊണ്ട്, അതായത് 2000 മുതൽ 2005 വരെ കാലയളവിൽ പണികഴിപ്പിച്ച ഈ ഒരു അമ്പലം യമുനാ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഹിന്ദു സംസ്കാരത്തിന്റെ 10,000 വർഷത്തെ ആചാരത്തെയും സംസ്കാരത്തെയും കാണിക്കുന്ന ഒന്നാണ് അക്ഷർധാം മന്ദിർ. ഡൽഹിയിൽ വരുന്ന ടൂറിസ്റ്റുകളിൽ 70% പേരും ഇവിടെ വന്ന് കണ്ടുപോകുന്നുണ്ടെന്നാണ് കണക്ക്. അക്ഷര ടെമ്പിളിലൊക്കെ കയറാൻ പോകട്ടോ. അക്ഷര ടെമ്പിൾ കിടിലൻ അമ്പലം എന്ന് വെച്ചാൽ പുറമേ കാണാൻ ഭയങ്കര തിരക്ക്, ഭയങ്കര ക്രൗഡ്. വാസ്തുശാസ്ത്രത്തെയും പഞ്ചരത്നശാസ്ത്രത്തെയും അടിസ്ഥാനപ്പെടുത്തിയാണ് ക്ഷേത്രം പണികഴിപ്പിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തെ 5 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. മധ്യഭാഗത്തായാണ് പ്രധാന ക്ഷേത്രം നിലകൊള്ളുന്നത്. പ്രധാന ഘട്ടത്തിന് 141 അടി ഉയരവും 316 അടി വീതിയും 370 അടി നീളവുമുണ്ട്. പിങ്ക് മണൽക്കല്ലിലും വെണ്ണക്കല്ലിലുമാണ് പ്രധാനമായി ക്ഷേത്രം പണികഴിപ്പിച്ചിരിക്കുന്നത്. ശില്പചാരുതയിൽ പണികഴിപ്പിച്ച ഈ ക്ഷേത്രം യമുനാ നദി തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. 234 കൊത്തുപണിയോട് കൂടിയ തൂണുകൾ, 9 കുംഭഗോപുരങ്ങൾ, 2000 മൂർത്തി ശില്പങ്ങൾ, സന്യാസികളുടെ പ്രതിമകൾ, അങ്ങനെ. അടിത്തറയായി 148 ആനകളുടെ പ്രതിമകൾ അടങ്ങുന്ന ഗജേന്ദ്ര പീഠവുമൊക്കെയാണ് മറ്റു ആകർഷണങ്ങൾ. ഒരു ദിവസം മുഴുവൻ നടന്നാലും കണ്ടാലും തീരാത്തത്ര കാഴ്ചകളാണ് അക്ഷർധാം മന്ദിറിലുള്ളത്. ഇവിടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്നതുകൊണ്ട് ഒരു മൊബൈൽ ഫോണോ ഒരു ക്യാമറയോ അല്ലെങ്കിൽ മറ്റു യാതൊരു ഇലക്ട്രോണിക് ഉപകരണങ്ങളോ അകത്ത് കയറ്റാൻ പറ്റില്ല. ഈവൻ പേഴ്സും ബെൽറ്റും അടക്കം ഇവിടെ ചെക്ക് ഇൻ ചെയ്തതിനു ശേഷമാണ് അകത്തേക്ക് കയറ്റുന്നത്. തന്മൂലം ഇവിടെ കാണിക്കുന്ന വീഡിയോസ് എല്ലാം അവരുടെ ഡയറക്റ്റ് കോപ്പിറൈറ്റുള്ളതാണ്. ലോകത്തിന് നാനാഭാഗത്തായി BAPSന്റെ നെറ്റ്വർക്കിൽ 1550ഓളം അക്ഷർധാം ടെമ്പിൾസ് ആണ് ഉള്ളത്. ഇതിൽ തന്നെ ലണ്ടൻ, ഹോസ്റ്റൺ, ചിക്കാഗോ, അറ്റ്ലാന്റ, ടൊറാൻഡോ, ലോസ് ഏഞ്ചൽസ്, നെയ്റോബി എന്നിവിടങ്ങളിൽ ഉള്ളതിനെ വെച്ച് നോക്കുമ്പോൾ ഡൽഹിയിലുള്ളതാണ് ഏറ്റവും വലുത്. അമ്പലത്തിൽ കയറിട്ടാ അമ്പലം അക്ഷർധാം ടെമ്പിൾ. അത് ഒരു സാധനം അലൗഡല്ല, മൊബൈല് കാര്യങ്ങളൊന്നും അലൗഡല്ല, ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. അതായത് നമ്മള് ജസ്റ്റ് നമ്മളായിട്ട് മാത്രം പോവാ, വേറെ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. അപ്പൊ അത് കണ്ടു, ജസ്റ്റ് കയറി കണ്ടു, അടിപൊളി അമ്പലം. കാണേണ്ട സംഭവമാണ്, ഭയങ്കര മോണുമെന്ററി ആണ്. റീപെയിന്റ് നടക്കുകയായിരുന്നു, കൊള്ളാം, കലക്ക സാധനമാണ്. ഇവിടെ നിന്ന് ഇനിയിപ്പോഴും പോവാണ്, നല്ല തിരക്കാ, ഭയങ്കര ക്രൗഡാണ്. ഒറ്റ രൂപ ഇവിടെ നിന്ന് ഇതില്ല കേട്ടോ, എൻട്രി ഫീ അങ്ങനൊന്നുമില്ല. സംഭവം കൊള്ളാം, കാണേണ്ട സംഭവം തന്നെയാണ്.
സമയം ഏകദേശം 5:30 ടെമ്പറേച്ചർ 16. ചെറിയ തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഒരു മൂടിയായിട്ടുള്ള മിസ്റ്റി ക്ലൈമറ്റാണ്. നെക്സ്റ്റ് വീഡിയോയിൽ തിരിച്ചു കാണിച്ചു തരാം. അതാട്ടോ അവസ്ഥ. തിരക്കാണ്, നല്ല തിരക്കാണ്. അത് മാത്രമേ ഇതുള്ളൂ. തണുപ്പ് കാരണമൊന്നും പ്രശ്നമില്ല. ഇതാ എൻട്രി, അമ്പലത്തിന് എൻട്രി. അകത്തോട്ട് കയറുന്ന എൻട്രി ഇതാണ്. ഇതിൽ ചെക്ക് ചെയ്ത് ബെൽറ്റും മൊബൈലും പാസും എല്ലാം ചെക്ക് ചെയ്യും. കണ്ണൊക്കെ പിടിച്ച് ചെയ്യും. ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. എക്സിറ്റ് തിരിച്ചിറങ്ങുക. ഇവിടെ വന്നവർക്ക് ഫസ്റ്റ് എൻട്രി 10 ഉണ്ടെങ്കിൽ ലാസ്റ്റ് എൻട്രി 6:30. 6:30 ക്ലോസിംഗ് ആണ്. ട്യൂസ്ഡേ ടു സൺഡേ. മൺഡേ അവധിയാണ്. മൺഡേ ചുറ്റി കേട്ടോ. അകത്ത് കുറെ ലൈറ്റ് ഷോ, മോണിമെന്ററി ഐറ്റംസ്, അങ്ങനെ കുറെ. ഇതിന്റെ ഔട്ടർ കണ്ടത് തന്നെ മനസ്സിലാവും. അതതിന്റെ ഔട്ടർ. വേറെ ഒരു കൊട്ടാര കണക്കിന് ബാഹുബലിയുടെ ഒക്കെ സെറ്റിൽ വന്നാരി, അല്ലെങ്കിൽ റാംജി റാവു ഫിലിം സിറ്റിയിലേക്ക് പോയാൽ അതുപോലത്തെ സെറ്റപ്പ്. അങ്ങനെ യമുന നദിക്കരയോട് വിട പറഞ്ഞ് ഞങ്ങൾ വീണ്ടും നടന്നു തുടങ്ങിയിട്ടാ. അടുത്ത ലക്ഷ്യം ഇന്ത്യ ഗേറ്റ് ആണ്. ഈ സാധനം സെപ്പറേറ്റ് പൈസ കൊടുക്കണം. അല്ല, ഇതിന് കൊടുക്കണമെന്ന് അറിയില്ല, നോർമലി കൊടുക്കണം. അതിനാണ് ഈ ഹോൾ സെറ്റ് ആണ്. ഈ സാധനം സെപ്പറേറ്റ് പൈസ ഉണ്ട്. അപ് ടു 50% ഓർമ്മ കേട്ടോ. നോർമലി എല്ലാത്തിനും 30% ഓർമ്മ. ഇന്ത്യ ഗേറ്റ് പിടിക്കാൻ വെച്ചിട്ടാ. റെഡ് ഫോർട്ട് ക്യാൻസൽ ചെയ്തു. ഇപ്പൊ പോയാലും രാത്രിയോ നാളത്തേക്ക് വരെ നോക്കാം. അപ്പൊ അത് പണ്ട് ഇങ്ങനെ നമുക്ക് പോകേണ്ട സ്ഥലം ഇതിന്റെ സെന്ററിലാണ്. ഉമ്മാരുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടാ. ഉമ്മാർക്ക് കാര്യങ്ങളറിയാം. ഉമ്മാരുള്ളതുകൊണ്ട് രക്ഷപ്പെട്ട്. അല്ലെങ്കിൽ ഇവിടെ കിടന്ന് തിത്തിത്താര ദിവാരം കളിച്ചേ. ഇപ്പൊ എന്ത് മനസ്സിലായിട്ടുണ്ടോ? 2002 ഡിസംബർ 24 DMRC ഡൽഹി മെട്രോയുടെ റെയിൽ ഇനോഗ്രേഷൻ ചെയ്തത്. അതായത് ഏകദേശം 22 വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോഴും ഇത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളവിടെ KMR വർക്ക് ചെയ്തിട്ട് തുടങ്ങിയിട്ട് ഏകദേശം 5 വർഷമായി തോന്നുന്നു, അല്ലേ? 5 വർഷം തോന്നുന്നു. അതിന്റെ എക്സ്പാൻഷൻ നടന്നുകൊണ്ടിരിക്കുള്ളൂ. ഇവരുടെ എക്സ്പാൻഷൻ പടപടയെന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വന്ന വഴിക്ക് കണ്ടു. ഒരുപാട് സ്ഥലത്തേക്ക് എൻ്റെ എക്സ്പാൻഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൾറെഡി ഇതിന്റെ വർക്കുകൾ ഇത്രയും കഴിഞ്ഞിട്ടുണ്ട്. ഇതുണ്ട്. ഇതിനകത്ത് ഓരോ ലൈനിൻ്റെ സംഭവം ഉണ്ട്. അതായത് റെഡ് ലൈൻ, യെല്ലോ ലൈൻ, ബ്ലൂ ലൈൻ, ഗ്രീൻ ലൈൻ, അതെല്ലാം വേറെ വേറെ മാറി കയറണം. ഇപ്പോൾ ഉദാഹരണം നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഈ 10 ഇവിടെയാണ് അക്ഷരധാമനം നിൽക്കുന്നത്. നമുക്ക് പോകേണ്ടത് ശിവാജി പാർക്കിൽ വെച്ചോ. നമ്മൾ ഇവിടുന്ന് ശിവാജി പാർക്കിൽ ട്രെയിൻ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഈ ട്രെയിൻ ഇങ്ങനെ പോയി ഇവിടെ എത്തി. ഇവിടെ ഇറങ്ങാം. ഇവിടെ ഇറങ്ങിയിട്ട് അടുത്ത ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ ഇങ്ങോട്ട് പോകും. ഗ്രീനിൽ അടുത്ത ഗ്രീൻ ലൈനിൽ കയറുക. അടുത്ത ട്രെയിൻ മെട്രോയിൽ കയറുക. അതിലിറങ്ങിയിട്ട് ശിവാജി പാർക്ക് ഇവിടെ വന്ന് ഇറങ്ങാം. അങ്ങനെ കണക്ട് ചെയ്ത് വേണം. ഭയങ്കര കണക്ഷനുള്ള അടിപൊളി സെറ്റപ്പാട്ടോ. മൊത്തം ഡൽഹി കണക്ട് ചെയ്ത് ഇന്റർ കണക്ട് ചെയ്തിട്ടുള്ള പരിപാടി. കൊള്ളാം, സെറ്റപ്പാണ്. അതുപോലെ ഇതൊക്കെ നമ്മുടെ KMR കണ്ടുപിടിക്കേണ്ടതാണ്. നോർമൽ ഫെയർ 10 രൂപ വരിക, അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്. പിന്നെ 1 ഡേ ടൂറിസ്റ്റ് കാർഡ് 200 രൂപ. ഒരു ദിവസത്തേക്ക് എങ്ങോട്ട് വേണമെങ്കിൽ എന്ത് അൺലിമിറ്റഡ് ട്രാവൽ ചെയ്യുക 200 രൂപ. 3 ഡേ ടൂറിസ്റ്റ് കാർഡ് 500 രൂപ. അതിൽ 50 രൂപ ഡിസ്കൗണ്ട് റീഫണ്ട് ചെയ്യും തിരിച്ചു വരുന്ന കഴിയുമ്പോൾ. ആ കാർഡ് തിരിച്ചു കൊടുത്തു കഴിയുമ്പോൾ. ഇത് ഞായറാഴ്ചയും നാഷണൽ ഹോളിഡേയ്സിനുള്ള സ്പെഷ്യൽ റേറ്റ്. വലിയ വ്യത്യാസമില്ല. ഇവിടെ മാത്രം ഒരു 40 രൂപ 30 രൂപ ഉണ്ട് മാത്രമേ ഉള്ളൂ. എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇത് കൊടുക്കുന്നുണ്ട്. മരെന്തോ കാര്യമായിട്ട് നോക്കണുണ്ട്. സമയം വെറും 6 ഉള്ളൂ. ഇരുട്ടേ തുടങ്ങി. മെട്രോ കണ്ടി എന്താ അറിയല്ലേ?
അപ്പോൾ ഡൽഹി മെട്രോയിൽ നിന്ന് കയറി അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഇന്ത്യ ഗേറ്റ് കൊണ്ട് പിടിച്ചിട്ട് നമ്മൾ റൂമിൽ പോകും അല്ലടാ? അതെ അതെ. ആള് ബാഡ് ട്രിപ്പിൽ എങ്ങനെയും റൂമിലെത്തിയതാ. എൻ്റെ കൂടെ പുള്ളിക്ക് പറ്റല്ല. എനിക്ക് ഫുഡും വേണ്ട, വെള്ളവും വേണ്ട, ഒന്നും വേണ്ട. ഞാനിങ്ങനെ നടക്കുക. ആൾക്ക് പക്ഷെ പറ്റല്ല. എനിക്ക് ബാഗ് തോട് നമുക്ക് വിഷയമില്ല. നമുക്കത് നമ്മള് ട്രക്കിക്ക് പോയി നല്ല ശീലമുള്ളതുകൊണ്ട് അത് വിഷയമില്ല. ആൾക്ക് പറ്റല്ല. അത് മടിയെ പക്ഷെ ആലോചിക്കാൻ സമയമുണ്ടോ? ഫുൾ തിരക്കാം. ഒരു ലക്ഷം കോഴിക്കുട്ടി പറ്റിയ കോഴിയെ പോലെ അക്ഷർധാമിന്ന് കയറി നമ്മൾ നേരെ വന്നിട്ട് ഇവിടെ ഇറങ്ങി. മന്തി ഹൗസിൽ ഇറങ്ങി കേട്ടാ. മന്തി ഹൗസ് എത്തി. ഇത് ഒരു ഇതുള്ളൂ എന്ന് വെച്ചാൽ ട്രെയിനിൽ നിറച്ച ആൾക്കാരാണ്, കുട്ടി നിറച്ച ആൾക്കാരാണ്. പിന്നെ ഇത് അണ്ടർഗ്രൗണ്ടാണ്. അണ്ടർഗ്രൗണ്ട് ട്രെയിലാണ്. ഇവിടെ വരുമ്പോൾ ഇവിടെ എത്തിയപ്പോൾ തിരിച്ച് മുകളിലേക്ക് കയറണം. അണ്ടർഗ്രൗണ്ട് മെട്രോ നടന്നിടത്ത് ഇവിടെ എത്തി. ഗ്രൗണ്ട് ഫ്ലോർ തിരക്കുണ്ടോ? അക്രമ തിരക്ക്. എൻ്റെ കൂടെ ഒന്നും നേരെ കാണാനില്ല. എവിടെയാണോ എന്തോ ഇവിടെ വഴിയെത്തി. എന്നെ തിരക്കാ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പല സ്ഥലത്തേക്കുണ്ട്. കണ്ടോ? ഫുൾ വഴി മാറി എങ്ങനെ പോകേണ്ടത്. ഒറ്റയ്ക്ക് ഒന്നിക്കും ഇവിടെ കിടന്ന് അണ്ണാക്കോട്ട് തിരിഞ്ഞാണ്. തിരിയാലെ പ്രശ്നമൊന്നുമില്ല. നമ്മള് ആണ്, അത് കുഴപ്പമില്ല. ഒന്നിനടുത്ത് വഴി വെച്ചു എങ്ങടെ പോകേണ്ടത്. ഞാൻ അത് പറയാൻ വേണ്ടി, എനിക്ക് അറിയില്ലെന്ന് പറയാൻ വേണ്ടി തിരിഞ്ഞപ്പോഴേക്കും നിങ്ങളൊക്കെ പോയി. പിന്നെ എങ്ങോട്ട് പോകണത് ഞാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. ഓ അത് മറ്റേ ടോക്കിയോയിലൊക്കെ സബ്വേയില് ചെന്നിറങ്ങൂലേ? എത്ര സിനിമ ഉണ്ട്? സിനിമയില് കണ്ടിട്ടല്ല, സിനിമയില് ഞാൻ കുറെ പ്രാവശ്യം പോയിട്ടുണ്ട്. ആ ഇവിടെ QR കോഡ് കാണിക്കണം. അന്ന് സംഭവം എന്ന് വെച്ചാലേ അവിടെ സ്കാൻ ചെയ്യണം, പുറത്തേക്ക് ഇറങ്ങാനുണ്ട്. സംഭവം എന്ന് വെച്ചാൽ 4 സൈഡിൽ നിന്നും മെട്രോ വന്നിട്ട് അതിന്റെ എക്സിറ്റ് കോമൺ പോയിന്റ് ആയിട്ട് ആ കോമൺ പോയിന്റിൽ ഇറങ്ങുമ്പം അടുത്ത് തിരക്കായിരിക്കില്ല. പല സ്ഥലത്തേക്കും പോകാൻ പറഞ്ഞു. ഞാൻ നേരത്തെ കാണിച്ചില്ലേ? അങ്ങനെ നടക്കണം. എക്സിറ്റ് ഇല്ലേ? സമയം 6:15 6:15 ഉള്ളൂ. പക്ഷെ വെളിച്ചം പോയി. ഇരുട്ടായി മൊത്തം ഇരുട്ടായി. എനിക്കൊന്നും ഒന്നും കിട്ടുന്നോളാം. നമ്മുടെ അവിടെ 6:15 ഇത്ര ഇരുട്ടാ. പിന്നെ മഞ്ഞും ഇരുട്ടും കൂടി കൂടിയിട്ടുള്ള അവസ്ഥയുള്ളൂ. എന്താ ദാസപ്പ നീ ഇങ്ങനെ? അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് നേരെ പോണ് ഇന്ത്യ ഗേറ്റിലോട്ട്. പിടിച്ചില്ല. കാര്യം ശ്രദ്ധിച്ച് മെട്രോ മുതൽ ഓട്ടോറിക്ഷ വരെ കൊടുക്കുന്ന സ്പീഡാണ്. പറക്കുക. ആ റോഡായി കൊടുത്തത് തിരക്കുക. എന്നിട്ട് ആളൊന്നിന് 20 രൂപ വെച്ചിട്ട് വലിയ റേറ്റ് ഇല്ല, കുഴപ്പമില്ല. നേരെ അവിടെ നിന്ന് ഇന്ത്യ ഗേറ്റിന്റെ ലൈറ്റ് ഷോ കാണാൻ വേണ്ടിയിട്ട് ഭാരതീയ നീതിപീഠം അങ്ങോട്ട്. എന്താ തിരക്ക്. പശ്ചാത്തലം നമുക്ക് കടക്കാറായി. നടന്നോളാം. കുറച്ച് വീഡിയോ ഇന്ത്യ ഗേറ്റിലോട്ടുള്ള യാത്രയിൽ ഭായിമാരുടെ കാര്യം ഓക്കെ. അലമ്പായി തുടങ്ങി. സമയം എത്ര? 6:24. നല്ല ഇരുട്ടായി. എനിക്കറിയില്ല ഇന്ത്യ ഗേറ്റ് എവിടെയായിരുന്നു. ഞാൻ അത് നോക്കി നടക്കുമ്പോഴാണ് കണ്ണിലേക്ക് പെട്ടെന്ന് അത് ഉടക്കണത്. ഇവിടെ ഡൽഹിയുടെ ഹൃദയഭാഗത്താണ് ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യണത്. ലോകത്ത് തന്നെ ഏറ്റവും വലിയ യുദ്ധസ്മാരകളിൽ ഒന്നാണ് ഇന്ത്യ ഗേറ്റ്. 1-ാം ലോക മഹായുദ്ധവും അഫ്ഗാൻ വാറിലെയും യുദ്ധത്തിൽ മരിച്ച ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമി സൈനികരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് 1931 ഇത് നിർമ്മിക്കപ്പെട്ടത്. 1945 ശേഷം ഇന്ത്യൻ ആർമിയുടെ യുദ്ധസ്മാരകവും ഇതിനുള്ളിൽ സ്ഥാപിച്ചു. പിന്നീട് പിൽക്കാലത്ത് 1972 ഇന്ത്യയുടെ അയൺ ലേഡി ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി അവർകൾ അമർ ജവാൻ ജ്യോതിക്ക് തിരിതെളിയിക്കുകയും ചെയ്തു. ഇന്ത്യ ഗേറ്റ് പണിതത് എഡ്വിൻ ലൂട്ടനാണ്. 1921 തുടക്കമിട്ട ഇന്ത്യ ഗേറ്റിന്റെ പണി 1931 ആയപ്പോഴേക്കും കഴിയുകയും തുറന്നു കൊടുക്കുകയും ചെയ്തു.
ഇന്ത്യ ഗേറ്റിന്റെ ഉയരം 42 മീറ്ററാണ്. ഇവിടെ യുദ്ധത്തിൽ മരിച്ച സൈനികരുടെ പേരുകൾ ഇതിന്റെ ചുവരിൽ കുത്തിവെച്ചിട്ടുണ്ട്. ഇന്ത്യ എന്നൊരു വികാരമാണ്. അത് വെറും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുമ്പോഴോ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് കളി നടക്കുമ്പോൾ മാത്രം ആവേണ്ടതല്ല. നമ്മുടെ ഓരോരുത്തരുടെയും ചോരയിൽ അലിഞ്ഞു ചേരേണ്ടതാണ് ഇന്ത്യയോടുള്ള സ്നേഹവും ഇന്ത്യയോടുള്ള ബഹുമാനവും. Sujalam Sufalam Malaya Jasikalam